പേരൂർക്കടയിൽ ദളിത് സ്ത്രീക്ക് നേരെയുണ്ടായ പോലീസ് പീഡനത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകി. പത്തനംതിട്ട ഡിവൈഎസ്പി കെ വിദ്യാധരൻ കേസ് അന്വേഷിക്കും. വിവരങ്ങളുമായി മീര മനോഹരനുണ്ട്. മീര, പോലീസ് സേനയ്ക്ക് തന്നെ വലിയ അപമാനമായൊരു കേസാണിത്. ആ കേസിൽ പോലീസുകാർ തന്നെയാണ് പ്രതികൾ. അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ ഇപ്പോൾ തിരുവനന്തപുരത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പോലീസിന് തന്നെ അപമാനമായി മാറിയ ഒരു കേസായിരുന്നു ഇത്. എന്തായാലും ഈ കേസിന്റെ ചുമതല നിലവിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ഡിവൈഎസ്പിക്ക് കൂടി നൽകുകയാണ്. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിദ്യാധരനായിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക. കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പേരൂർക്കട സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നുണ്ടായത്. CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങൾ, റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളെല്ലാം നോക്കി വന്നത് കന്റോൺമെന്റ് ACP ആയിരുന്നു. എന്നാൽ നിലവിൽ ഇനിയിപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി ആയിരിക്കും ഈ ഒരു കേസ് അന്വേഷിക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ ഒരു കേസിൽ ഇടപെട്ടിരുന്നു. ആ സാഹചര്യത്തിൽ അവർ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നുള്ളത്. എന്തായാലും നിലവിൽ കേരളത്തിലെ പോലീസിന്റെ തന്നെ അപമാനമായ ഒരു കേസ് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് എത്തുകയാണ്. ഇതിനുള്ള മറ്റു കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ തന്നെ പ്രതിയായ സാഹചര്യത്തിലാണ് മറ്റു സ്വാധീനിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ പരിഗണിച്ചാവണം മറ്റൊരു ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥനിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അഖില, ശരി. പേരൂർക്കടയിൽ ദളിത് സ്ത്രീക്ക് നേരെയുണ്ടായ പോലീസ് പീഡനത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു മീര മനോഹരൻ.